ബംഗ്ലാദേശിലെ ജഹാംഗീർ നഗർ സർവകലാശാലയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബ്റിന് വിജയം. 25-ൽ 20 സീറ്റും നേടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സർവകലാശാലയുടെ സെൻട്രൽ സ്റ്റുഡൻസ് യൂണിയൻ സംഘടന സ്വന്തമാക്കിയത്. നേരത്തെ ധാക്ക സർവകലാശാലയിലും സംഘടന വിജയം നേടിയിരുന്നു. ജഹാംഗീർ നഗർ സർവകലാശാലയിൽ 35 വർഷത്തോളം പരോക്ഷ നിരോധനമുണ്ടായിരുന്ന ഇസ്ലാമി ഛാത്ര ശിബിരിന് ഒരു വർഷം മുൻപ് ഷെയ്ഖ് ഹസീന സർക്കാർ രാജ്യവ്യാപക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭത്തിനൊടുവിൽ അധികാരമേറ്റെടുത്ത ഇടക്കാല സർക്കാരാണ് നിരോധനം നീക്കിയത്. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ സർവകലാശാലാ തെരഞ്ഞെടുപ്പുകൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. ബംഗളൂരു ഹൊസ്കോട്ടയിൽ അച്ഛനെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടമ്മയ്ക്കെതിരെ കൊലപാതകത്തിന് കേസെടുത്തു. ഹൊണഗനഹള്ളി സ്വദേശി ശിവു 32, മക്കളായ ചന്ദ്രകല 11, ഉദയ് സൂര്യ 7 എന്നിവരാണ് മരിച്ചത്. ജീവനൊടുക്കാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട ഭാര്യ മഞ്ജുളയെ പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഏതാനും വർഷം മുൻപ് ശിവുവിന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനാൽ ജോലിക്ക് സ്ഥിരമായി പോയിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി സെക്രട്ടറി നവ്തോജ് സിംഗ് വാഹനാപകടത്തിൽ മരിച്ചു. ധൗല കുവാനിൽ മെട്രോ പില്ലർ നമ്പർ 57-ന് സമീപമായിരുന്നു അപകടം. ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ നവ്തോജും ഭാര്യയും സഞ്ചരിച്ച ബൈക്കിൽ കാറിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മീഡിയനിൽ ഇടിച്ച ശേഷം ഇരുവരും റോഡിന്റെ ഒരു വശത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ചികിത്സയിലാണ്. കാറ് റോഡിൽ മറിഞ്ഞ നിലയിലായിരുന്നു. സമീപത്ത് ബൈക്കും കിടപ്പുണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ് കാറോടിച്ചിരുന്നത്. കാറോടിച്ചിരുന്ന സ്ത്രീയും ഭർത്താവും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ടാക്സിയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഒരാൾ മരിച്ചെന്നും മറ്റൊരാൾക്ക് പരിക്കേറ്റെന്നും ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചു. പോലീസ് അറിയിച്ചു. കാറോടിച്ചിരുന്ന സ്ത്രീക്കും അവരുടെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായ നവ്തോജ് സിംഗ് ഹരിനഗറിലാണ് താമസിച്ചിരുന്നത്. ഗുരുഗ്രാം സ്വദേശികളാണ് കാറോടിച്ചിരുന്നവർ. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവ്തോജ് സിംഗിന്റെ മരണത്തിൽ ധനകാര്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോകപ്പെട്ട കാർ ഡ്രൈവറെ പുറത്താക്കപ്പെട്ട IAS ഉദ്യോഗസ്ഥ പൂജ ഖേദ്കറുടെ വസതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. രേഖകളിൽ തട്ടിപ്പ് കാണിച്ചതിനെ തുടർന്ന് സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പൂജ ഖേദ്കർ ഇതോടെ വീണ്ടും വിവാദത്തിലായി. പ്രഹ്ലാദ് കുമാർ എന്ന ഡ്രൈവറെയാണ് പൂജയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. നവി മുംബൈയിലെ എയ്റോളി സിഗ്നലിൽ നടന്ന അപകടത്തിന് പിന്നാലെ പ്രഹ്ലാദ് കുമാറിനെ കാണാതായിരുന്നു. പ്രഹ്ലാദ് ഓടിച്ച ട്രക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിനു പിന്നാലെ കാറിലുണ്ടായിരുന്ന 2 പേർ പ്രഹ്ലാദിനെ ബലമായി കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. കാറിനെ പിന്തുടർന്ന പോലീസ് പുണെയിലെ ചതുശ്ശൃംഗി മേഖലയിലെ പൂജയുടെ വീട്ടിൽ നിന്ന് പ്രഹ്ലാദിനെയും അയാളെ തട്ടിക്കൊണ്ടുപോയ കാറിനെയും കണ്ടെത്തി. പ്രഹ്ലാദിനെ പോലീസ് ഇവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ പോലീസിനോട് പൂജയുടെ അമ്മ മനോരമ ഖേദ്കർ അപമര്യാദയായി പെരുമാറുകയും വാതിൽ തുറക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മനോരമ ഖേദ്കറിന് പോലീസ് നോട്ടീസ് അയച്ചു. ഇവരോട് ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മനോരമയുടെ പേരിൽ മുൻപും ക്രിമിനൽ കേസുകളുണ്ട്. IAS ലഭിക്കുന്നതിനായി OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി രേഖകൾ എന്നിവയിൽ കൃത്രിമം കാണിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പൂജ ഖേദ്കറുടെ IAS സെലക്ഷൻ UPSC റദ്ദാക്കിയിരുന്നു. പുണെയിലെ സബ് കളക്ടറായിരുന്ന പൂജയുടെ അധികാര ദുർവിനിയോഗം വാർത്തയായതിനെ തുടർന്നാണ് തട്ടിപ്പുകൾ പുറത്തുവന്നത്. തുടർന്നിവരെ സ്ഥലം മാറ്റി. പിന്നാലെ ഇവരുടെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയെക്കുറിച്ച് സംശയങ്ങളുയർന്നു. മസൂരിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൂജയെ തിരിച്ചുവിളിച്ച് നടപടി ആരംഭിച്ചു. UPSC പരീക്ഷയിൽ 841-ാം റാങ്കാണ് ഇവർക്ക് ലഭിച്ചത്. അഹമ്മദ് നഗർ സ്വദേശിയായ പൂജ 2023 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. പാലക്കാട് 14-കാരിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ടാറ്റു ആർട്ടിസ്റ്റ് പിടിയിലായി. കൊല്ലം സ്വദേശി ബിപിനാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ നിരവധി പേർക്ക് അയച്ചുകൊടുത്ത് ബിപിൻ പണം വാങ്ങിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോടും സമാന കേസിൽ ബിപിൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സ്നാപ്ചാറ്റ് വഴി പരിചയം സ്ഥാപിച്ചാണ് പ്രതി നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയിരുന്നത്. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLAയുടെ നിർദ്ദേശപ്രകാരം നിർവഹിച്ച SIക്ക് സസ്പെൻഷൻ.
മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെയാണ് DIG എസ് സതീഷ് ബിനോ സസ്പെൻഡ് ചെയ്തത്. ലോ ആൻഡ് ഓർഡർ DCP, കൊച്ചി സിറ്റി ട്രാഫിക് സ്പെഷ്യൽ റിപ്പോർട്ട്, റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. CPM ഏരിയ കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പണിതീരാത്ത റോഡിന്റെ ഉദ്ഘാടന കർമ്മം അനൌദ്യോഗികമായി നിർവഹിച്ച് ചടങ്ങിൽ പങ്കെടുത്തത് ഗുരുതരമായ കൃത്യവിലോപവും അനൌചിത്യവും അച്ചടക്ക ലംഘനവും വരുത്തിയെന്നും ചൂണ്ടിക്കാണിച്ചാണ് സിദ്ദിഖിനെതിരെ നടപടി. നഗരവികസന പദ്ധതിയുടെ ഭാഗമായി 151 ദിവസമായി അടച്ചിട്ടിരുന്ന നഗരത്തിലെ MC റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം 12-ന് വാഹനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു. മാത്യു കുഴൽനാടൻ MLA, നഗരസഭാ ചെയർമാൻ PP എൽദോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ട്രാഫിക് SI ആയ KP സിദ്ദിഖാണ് നാടമുറിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ഈ സമയത്തിവിടെയുണ്ടായിരുന്ന KP സിദ്ദിഖിനെ മാത്യു കുഴൽനാടൻ MLA നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയായിരുന്നു. ആദ്യം വൈമുഖ്യം പ്രകടിപ്പിച്ച SI ഒടുവിൽ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാരിന്റെ അനുമതിയില്ലാതെയും പണി പൂർത്തീകരിക്കാതെയും റോഡ് തുറന്നുകൊടുത്തത് വലിയ ചട്ടലംഘനമായി ആക്ഷേപമുയർന്നുവരികയും ട്രാഫിക് SI മേലധികാരികളുടെ അനുമതിയില്ലാതെ ചട്ടവിരുദ്ധമായി ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ ആക്ഷേപങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സസ്പെൻഷൻ എന്നാണ് DIGയുടെ ഉത്തരവ്. ഉടൻ പ്രാബല്യത്തിൽ വരത്തക്കവിധമാണ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം SIയെ സസ്പെൻഡ് ചെയ്ത നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല, താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിടുക മാത്രമാണ് ചെയ്തത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് നടിമാരായ മിമി ചക്രബർത്തിക്കും ഉർവശി റൌട്ടേലയ്ക്കും EDയുടെ നോട്ടീസ്. തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ MP കൂടിയാണ് മിമി ചക്രബർത്തി. തിങ്കളാഴ്ച EDയുടെ ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്നാണ് മിമിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ഉർവശി റൌട്ടേലയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റ് താരങ്ങളായ ശിഖർ ധവാനെയും സുരേഷ് റെയ്നയെയും ചോദ്യം ചെയ്തതിനു ശേഷമാണ് നടിമാർക്ക് നോട്ടീസ് അയച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ബംഗാളി നടൻ അങ്കുഷ് ഹസ്രയ്ക്കും കഴിഞ്ഞ മാസം ED സമൻസ് അയച്ചിരുന്നു. ഓൺലൈൻ വാതുബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടന്മാരായ വിജയ് ദേവരകൊണ്ടയിന്ദനും റാണ ദഗ്ഗുബത്തിക്കും ED സമൻസ് അയച്ചിരുന്നു. സെപ്റ്റംബർ 21-ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കാനിരിക്കുന്ന നഗ്ന പാർട്ടിയുടെ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകം പ്രചരിക്കുന്നതിന് പിന്നാലെ സംഘാടകരെ അറസ്റ്റ് ചെയ്തു പോലീസ്. അറസ്റ്റിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 21-ന് വൈകിട്ട് 4 മുതൽ രാത്രി വൈകോളം നഗ്നപാർട്ടി എന്നായിരുന്നു പരസ്യം. 40,000 രൂപയാണ് പ്രവേശന ഫീസ് നിശ്ചയിച്ചിരുന്നത്. റായ്പൂരിലെ ഹൈപ്പർ ക്ലബ് മാനേജർ ജെയിംസ് ബാഗ്, സന്തോഷ് ചേവാനി, അജയ് മഹാപത്ര, SS ഗുപ്ത, ടിനു സിംഗ്, ദേവേന്ദ്ര എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. സംഭവം രൂക്ഷമായ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വഴിയൊരുക്കി. ഭരണകക്ഷിയായ BJP സാമൂഹിക വിരുദ്ധർക്ക് സംരക്ഷണം നൽകുകയാണെന്ന് ഛത്തീസ്ഗഡ് കോൺഗ്രസ് മേധാവി ദീപക് ബൈജ് ആരോപിച്ചു. സർക്കാർ തകരുമ്പോൾ നഗ്നപാർട്ടികൾ ആരംഭിക്കും. സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ വൈറലായപ്പോഴും സർക്കാർ നിശബ്ദത പാലിച്ചു എന്നും ദീപക് ബൈജ് പറഞ്ഞു. BJP ഭരണത്തിന്റെ കീഴിൽ സാമൂഹിക വിരുദ്ധർ പൂർണ്ണമായും നിയന്ത്രണാതീതമായിരിക്കുന്നു. സർക്കാർ സംരക്ഷണമില്ലാതെ ഇത്തരമൊരു പരിപാടി എങ്ങനെ സാധ്യമാകും? ഇത് സാധാരണ പൗരന് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഛത്തീസ്ഗഡിന്റെ സംസ്കാരത്തെ തകർക്കാൻ BJPയുടെ രക്ഷിതാതൃത്വത്തിലാണ് ഇത് നടത്തുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് തന്റെ വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഓരോ ദിവസവും പുതിയ അഴിമതികൾ പുറത്തുവരുന്നു. ആരാണിതിനുത്തരവാദികൾ? സർക്കാർ ഉത്തരം നൽകണം എന്നും ദീപക് ബൈജ് പറഞ്ഞു. അതേസമയം ഇക്കാര്യം തന്റെ അറിവിലില്ലെന്നും ഇത്തരം പരിപാടികൾ അനുവദിക്കില്ല എന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഛത്തീസ്ഗഡ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ കിരൺമയി നായിക് റായ്പൂർ SPക്ക് 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്തെഴുതി. സംഘാടകർ, സ്പോൺസർമാർ, ക്ഷണക്കത്ത് ഓൺലൈനായി പ്രചരിപ്പിക്കുന്നവർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്താൻ SPക്കും സൈബർ സെൽ മേധാവിക്കും വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. അവസാനത്തെ ആളെയും പിടിക്കുന്നതുവരെ ദൈനംദിന പുരോഗതി അറിയിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിരുന്ന NM വിജയന്റെ കുടുംബത്തെ പാർട്ടി അവഗണിച്ചു എന്ന പരാതിയെ തുടർന്ന് CPMുമായി സംസാരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മരുമകൾ പത്മജ. മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജ. CPM സഹായിക്കുമെങ്കിൽ അവരുമായി സംസാരിക്കും. CPM നേരിട്ട് സഹായ വാഗ്ദാനം നൽകിയിട്ടില്ല. എന്നാൽ വാർത്തകളിലൂടെ അങ്ങനെയൊന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പത്മജ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച പത്മജയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു.
NM വിജയൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പറഞ്ഞ പത്മജ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും കുടിയൊഴിപ്പിക്കാനായി വീടുകളും കെട്ടിടങ്ങളും നിലം പരിശാക്കുന്നത് ഇസ്രായേൽ സൈന്യം തുടർന്നു. ഇന്നലെ 30 പാർപ്പിട സമുച്ചയങ്ങൾ ബോംബിട്ട് തകർത്തു. 48 പേർ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റിന് ശേഷം 13,000 അഭയാർത്ഥി കൂടാരങ്ങൾക്ക് പുറമെ ഗാസ സിറ്റിയിൽ 1600 പാർപ്പിട കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തെന്ന് ഗാസ അധികൃതർ പറഞ്ഞു. ഇന്നലെ 2 പലസ്തീൻകാർ പട്ടിണി മൂലം മരിച്ചു. ഇതോടെ പട്ടിണി മരണം 145, കുട്ടികളടക്കം 422 ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 64,871 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്നലെ ഇസ്രായേലിലെത്തി. ബന്ദിമോചനം വേഗത്തിലാക്കുകയാണ് ലക്ഷ്യമെന്ന് റുബിയോ പറഞ്ഞു. വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ട്രംപും റുബിയോയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദോഹയിലെ ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്യാനായി അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി ഇന്നലെ ഖത്തറിൽ ആരംഭിച്ചു. പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കൾ ദമ്പതികളുടെ വീട്ടിൽ ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസും ആദ്യം കരുതിയത് ഹണി ട്രാപ്പ് മാത്രമാണെന്നായിരുന്നു. എന്നാൽ രശ്മിയുമായി യുവാക്കൾക്കുണ്ടായിരുന്ന വഴിവിട്ട ബന്ധമാണ് ഭർത്താവായ ജയേഷിൽ വൻ പകയായി മാറിയതും ഇത് ഞെട്ടിക്കുന്ന ക്രൂരതയിലേക്കു നയിച്ചതെന്നും പിന്നീട് വ്യക്തമായി. രശ്മിയെക്കൊണ്ട് തന്നെ യുവാക്കളെ വ്യത്യസ്ത ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. കെട്ടിത്തൂക്കിയും മർദ്ദിച്ചു. മർദ്ദനത്തിന്റെ വീഡിയോ പകർത്തിയ ജയേഷിന്റെ ഫോണിൽ കൂടുതൽ ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. കൂടുതൽ ആളുകൾ ഇതുപോലെ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ആലപ്പുഴ, റാന്നി സ്വദേശികളായ യുവാക്കളാണ് ദമ്പതികളുടെ ക്രൂരതയ്ക്ക് ഇരയായത്. ജയേഷിന്റെ ഫോണിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് പോലീസ് തന്നെ ഞെട്ടിയിരുന്നു. സെപ്റ്റംബർ 1 ആലപ്പുഴ സ്വദേശിയെയും 5 റാന്നി സ്വദേശിയെയും ചരൽക്കുന്നിലെ ജയേഷിന്റെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയാണ് ആദ്യം പീഡനത്തിനിരയായത്. ഇയാൾ നാട്ടിലെത്തിയപ്പോൾ രശ്മി വീട്ടിലേക്ക് ക്ഷണിച്ചു. തിരുവല്ലയിൽ വെച്ച് ജയേഷ് യുവാവിനെ കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. മുളക് സ്പ്രേ ജനനേന്ദ്രിയത്തിലടിച്ചു. പിന്നീട് വാഹനത്തിൽ കയറ്റി വഴിയിലിറക്കി വിട്ടു. രണ്ടാമതായി താനുമായി ബന്ധമുണ്ടായിരുന്ന റാന്നി സ്വദേശിയെ രശ്മി വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. മാരാമൺ ജംഗ്ഷനിലെത്തിയ യുവാവിനെ ജയേഷാണ് ഒപ്പം കൂട്ടി വീട്ടിലെത്തിച്ചത്. തുടർന്നായിരുന്നു ക്രൂരതകൾ. ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുപോലെ അഭിനയിക്കാൻ പറഞ്ഞു. ഈ രംഗങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു. പിന്നീട് ജയേഷ് കയറ് കൊണ്ടുവന്ന യുവാവിനെ തലകീഴാക്കി കെട്ടിത്തൂക്കി. ജനനേന്ദ്രിയത്തിൽ മുളക് സ്പ്രേ അടിച്ചു. 23 സ്റ്റേപ്ലോക്ക് പിന്നുകളും ജനനേന്ദ്രിയത്തിലടിച്ചു. നഖം പിഴുതെടുത്തു. പിന്നീട് റോഡിലുപേക്ഷിച്ച യുവാവിനെ ഓട്ടോറിക്ഷാ തൊഴിലാളികളാണ് ആശുപത്രിയിലെത്തിച്ചത്. റാന്നി സ്വദേശിയായ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് നാണക്കേടു കാരണം യുവാവ് പോലീസിനോട് പറഞ്ഞിരുന്നില്ല. സംശയം തോന്നി വിശദമായ അന്വേഷണത്തിലാണ് ദമ്പതികൾ പിടിയിലായത്. ആലപ്പുഴ സ്വദേശിയുടെ ഐഫോണും റാന്നി സ്വദേശിയുടെ പണവും ദമ്പതികൾ മോഷ്ടിച്ചിരുന്നു. വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. മർദ്ദനത്തിന് മുമ്പ് ആഭിചാരക്രിയ നടത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഇരയായ യുവാവ് പറഞ്ഞിരുന്നു. ഇതിൽ ആഭിചാരം നാടകമായിരുന്നുവെന്നും അന്വേഷണമുണ്ടായാൽ വഴി തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും പോലീസ് കരുതുകയാണെന്ന് സൂചന. പോലീസിൽ പരാതി പറഞ്ഞാൽ വീഡിയോ പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തിയതായി യുവാക്കളിലൊരാൾ പറഞ്ഞു. മർദ്ദിക്കുന്നതിനു മുമ്പ് ദമ്പതികൾ ആഭിചാരക്രിയ നടത്തി. വേറെ ഭാഷകളിലാണ് സംസാരിച്ചത്. ദേഹത്ത് ബാധ കൂടിയ പോലെയായിരുന്നു അവരുടെ സംസാരം, യുവാവ് വെളിപ്പെടുത്തി. അതേസമയം ആഭിചാരം നടന്നോ എന്നതിൽ വ്യക്തതയില്ലെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാനാവൂ എന്നാണ് പോലീസ് പറയുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ഉല്ലാസയാത്രയ്ക്കെത്തി 38 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന KSRTC ബസ് പനംകുട്ടിയിൽ അപകടത്തിൽപ്പെട്ടു. 16 പേർക്ക് പരിക്കേറ്റു. ഇവരെ അടിമാലിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗവി സന്ദർശനത്തിന് ശേഷം രാമക്കൽമേട് വഴി തിരികെ പോകുമ്പോൾ ഇന്നലെ രാത്രി 10ഓടെയാണ് സംഭവം. ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് കാരണമെന്നാണ് നിഗമനം. പൂർണ്ണ ആരോഗ്യവാനായ സഹപ്രവർത്തകൻ നനച്ചിരിക്കുന്ന ഹൃദയാഘാതം വന്നു മരിച്ചു എന്ന തൊഴിലുടമയുടെ കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഡൽഹിയിൽ നിന്നുള്ള KV അയ്യരാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. സുഖമില്ലാത്തതിനാൽ ശങ്കർ എന്ന സഹപ്രവർത്തകൻ രാവിലെ തന്നെ അവധി അപേക്ഷിച്ചതായും തുടർന്ന് ഞാൻ അവധി അനുവദിച്ചതായും അദ്ദേഹം കുറിച്ചു. കടുത്ത നടുവേദനയാണെന്ന് പറഞ്ഞാണ് ശങ്കർ അവധിയെടുത്തത്. രാവിലെ 8:37 അദ്ദേഹത്തിന്റെ സന്ദേശം വന്നത്. ഇതിനു പിന്നാലെ 8:47 ശങ്കറിന്റെ മരണം. രാവിലെ 11 മണിക്ക് എന്നെ ആകെ ഞെട്ടിച്ച് ഒരു ഫോൺ കോൾ വന്നു. വിളിച്ചയാൾ ശങ്കർ മരിച്ചു എന്ന് എന്നെ അറിയിച്ചു. എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ സ്ഥിരീകരിക്കാനും വിലാസം നേടാനും
ഞാൻ മറ്റൊരു സഹപ്രവർത്തകനെ ബന്ധപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞു. 6 വർഷമായി അദ്ദേഹം എന്റെ ടീമിന്റെ ഭാഗമായിരുന്നു. വെറും 40 വയസ്സ്, ആരോഗ്യവാനാണ്, വിവാഹിതനാണ്, ഒരു കുട്ടിയുമുണ്ട്. പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല. ശങ്കർ രാവിലെ 8:37 എനിക്ക് അവധി സന്ദേശം അയച്ചത്. 8:47 മരിച്ചു. പൂർണ്ണബോധമുള്ള ഒരു മനുഷ്യൻ തന്റെ അവസാന ശ്വാസത്തിന് വെറും 10 മിനിറ്റ് മുൻപ് എനിക്ക് സന്ദേശം അയച്ചു. ഞാൻ പൂർണ്ണമായും ഞെട്ടിപ്പോയി. ജീവിതം പ്രവചിക്കാനാവാത്തതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ദയ കാണിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. കാരണം അടുത്ത നിമിഷം എന്താണെന്ന് നിങ്ങൾക്കൊരിക്കലും അറിയാനാവില്ല, അയ്യർ തന്റെ പോസ്റ്റിൽ പറയുന്നു. ചാർലി കിർക്കിന്റെ നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ തീവ്ര ഇടതുപക്ഷമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു. യുഎസിൽ വലതുപക്ഷ ചിന്തകനും ട്രംപിന്റെ അടുത്ത അനുയായിയുമായിരുന്നു ചാർലി കിർക്ക്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് പ്രതികരിച്ചു. യൂട്ടായിലെ സോൾട്ട് ലേക്ക് സിറ്റിക്ക് സമീപമുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ചാർലി കിർക്ക് വെടിയേറ്റു കൊല്ലപ്പെട്ടത്. മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അവസാന നിമിഷം മുന്നറിയിപ്പ് കൊടുക്കാതെ റദ്ദാക്കി. ഇന്നലെ രാവിലെ 8:25 തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന IX-549 വിമാനമാണ് റദ്ദാക്കിയത്. ചെക്ക് ഇൻ ചെയ്യാൻ കാത്തുനിന്നവരോട് പുലർച്ചെ 3-നാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയിച്ചത്. ഇതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു. നാളെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും മറ്റ് അത്യാവശ്യ യാത്രകളുള്ളവരുമാണ് ബഹുഭൂഗവും. യാത്ര 17-18 തീയതികളിൽ പുനർക്രമീകരിച്ച് ടിക്കറ്റ് നൽകാമെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും സ്വീകാര്യമല്ലെന്ന് പരയാത്രകരും അറിയിച്ചു. കണക്ഷൻ ഫ്ലൈറ്റ് നൽകാമെന്ന ആവശ്യം അറിയിച്ചപ്പോൾ ബംഗളൂരുവിലും കൊച്ചിയിലും വിമാനം ക്രമീകരിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിന്റെ സമയക്രമം വ്യക്തമാക്കാത്തതും ആശയക്കുഴപ്പമുണ്ടാക്കി. സാങ്കേതിക തകരാറ് പരിഹരിച്ച് സർവീസ് നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് റദ്ദാക്കിയതെന്നും 21 വരെയുള്ള വിമാനങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. അതേസമയം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ട വിമാനം പക്ഷിയിടിച്ചതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കി. ഇന്നലെ രാവിലെ 6:30 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX-715 നമ്പർ വിമാനമാണ് തിരിച്ചിറക്കിയത്. റൺവേക്ക് മുകളിൽ പറന്നുയർന്ന ഉടനെയാണ് പക്ഷിയിടിച്ചത്. 176 യാത്രകർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്താവളത്തിലെ ബേയിലേക്ക് മാറ്റിയ വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തി. പിന്നീട് 9 മണിക്ക് പുറപ്പെടാൻ ഷെഡ്യൂൾ ചെയ്തെങ്കിലും പിന്നീട് അത് മാറ്റി. ഉച്ചയ്ക്ക് 1:30 ഷാർജയിൽ നിന്നെത്തിയ വിമാനത്തിൽ യാത്രകരെ അബുദാബിയിൽ എത്തിച്ചു. യാത്രകർ സുരക്ഷിതരാണെന്നും വിമാനത്തിന് കേടുപാടുകളില്ലെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ യുവതിക്ക് കടന്നുപിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. കൊല്ലത്തെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറായ ചവറ തെക്കുംഭാഗം മുട്ടത്ത് തെക്കത്തിൽ സന്തോഷ് തങ്കച്ചനെ ജരാണ്ടെ കുണ്ടര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഇളമ്പുള്ളിലെ ഓഡിറ്റോറിയത്തിലാണ് സംഭവം. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് പുറത്തേക്കിറങ്ങിയ യുവതിയെ മദ്യലഹരിയിലായിരുന്ന സന്തോഷ് കടന്നുപിടിച്ചു. ഇത് ചോദ്യം ചെയ്ത യുവതിയുടെ ഭർത്താവിനെ ഇയാൾ അസഭ്യം പറയുകയും ചെയ്തു. സംഭവം കണ്ടുനിന്നവർ ഇയാളെ തടഞ്ഞു നിർത്തി പോലീസിന് കൈമാറുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത ശേഷം വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സന്തോഷ് പോലീസുകാരെയും ആക്രമിച്ചു. കുണ്ടല സ്റ്റേഷനിലെ CPO റിയാസിന് പരിക്കേറ്റു. മുഖത്തും കൈയിലും പരിക്കേറ്റ റിയാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീയുടെ അതിക്രമം കാണിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മ അറസ്റ്റിൽ. മാർത്താണ്ഡം കരിങ്കൽ പാലൂർ കാട്ടുവിള സ്വദേശി ബെനിറ്റ ജയ അന്നാൾ 21 അറസ്റ്റിലായത്. ദിണ്ടിഗൽ സ്വദേശി കാർത്തിക്കുമായുള്ള വിവാഹത്തെ തുടർന്ന് ദമ്പതികൾ അവിടെ താമസിക്കുകയായിരുന്നു. ഭർത്താവ് തന്നേക്കാൾ സ്നേഹം കുട്ടിയോട് പ്രകടിപ്പിച്ചതിലെ പകയാണ് കൊലയ്ക്കു കാരണമെന്ന യുവതി പോലീസിന് മൊഴി നൽകി. സംശയം കലശലായതോടെ നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരുകിക്കയറ്റി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. 45 ദിവസം മുൻപാണ് പെൺകുഞ്ഞ് ജനിച്ചത്. തുടർന്ന് ബെനിറ്റ കുഞ്ഞുമായി നാട്ടിലെത്തി മാതാപിതാക്കളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനെത്തിയ കാർത്തിക് കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നത് ശ്രദ്ധിച്ചു. ഉടൻ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബെനിറ്റ കുറ്റം സമ്മതിച്ചത്. ഭർത്താവ് തന്നേക്കാൾ കൂടുതൽ സ്നേഹം കുഞ്ഞിനോട് പ്രകടിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. കരിങ്ങലിനടുത്തുള്ള പാലൂർ കാട്ടുവിളയിൽ കോളേജ് പഠനം ഉപേക്ഷിച്ച ബെനിറ്റ 1 വർഷം മുൻപാണ് തിരുപ്പൂരിൽ ജോലി ചെയ്യുന്നതിനിടെ കാർത്തിക് 21 എന്നയാളുമായി പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നത്. പ്രസവശേഷം ബെനിറ്റ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും കാർത്തിക് ഇടയ്ക്കിടെ അമ്മയും കുഞ്ഞിനെയും സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും അടുത്ത ബന്ധുക്കൾ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും കാർത്തിക് തന്നേക്കാൾ കൂടുതൽ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് ബെനിറ്റയ്ക്ക് തോന്നിയതോടെയാണ് കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത്. പതിവുപോലെ വ്യാഴാഴ്ച കാർത്തിക് ഭാര്യ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ബെനിറ്റയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പം കാർത്തിക് കുഞ്ഞിനെയും എടുത്ത് കരുങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുഞ്ഞ് മരിച്ചുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു.
മുലപ്പാൽ കുടുങ്ങിയാണ് മരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ കുഞ്ഞിനെ തന്റെ ഭാര്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നുമുള്ള കാർത്തിക്കിന്റെ മൊഴിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ നിന്നും രക്തം വരുന്നതും തൊണ്ടയിൽ നിന്ന് ടിഷ്യൂ പേപ്പറും കണ്ടെത്തി. വായിൽ ടിഷ്യൂ പേപ്പർ തിരുകി കയറ്റിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ബെനിറ്റയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കിടപ്പാടം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കാൻ നിയമം വരുന്നു. താമസിക്കാൻ മറ്റു സ്ഥലങ്ങളില്ലാത്തവരുടെ ഏക കിടപ്പാടം ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കാനാണ് നിയമം വരുന്നത്. തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചു. തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനഃപൂർവ്വം വീഴ്ച വരുത്താതെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പാർപ്പിടം ജപ്തി ചെയ്യപ്പെടുമെന്ന ഭീഷണി നേരിടുന്നവർക്കാകും നിയമം സംരക്ഷണം നൽകുക. ഇക്കാര്യം കണ്ടെത്താൻ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സമിതികളുണ്ടാകും. 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. ആകെ വായ്പാ തുക 5 ലക്ഷവും പിഴയും പിഴപ്പലിശയും അടക്കം 10 ലക്ഷം കവിയുകയും അരുത്. ധനകാര്യ സ്ഥാപനങ്ങളുടെ ബാധ്യതാ വ്യവസ്ഥകളോടെ ഒഴിവാക്കാൻ സർക്കാർ പ്രത്യേക നിധിയും രൂപീകരിക്കും. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിടങ്ങളിൽ നിന്നുള്ള വായ്പയെടുത്തവർക്ക് സംരക്ഷണം ഉണ്ടാകില്ല. പൊതുമേഖലാ ബാങ്കുകൾ, ദേശസൽകൃത ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, KSFE, KFC പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് വായ്പയെടുത്തവർക്കാണ് സംരക്ഷണം ലഭിക്കുക. UAEയിൽ പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉച്ചവിശ്രമ സമയം അവസാനിക്കുന്നു. നാളെ മുതൽ ജോലി സമയം പഴയ രീതിയിൽ ക്രമീകരിക്കും. നാളെ മുതൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ആയിരിക്കും തൊഴിലാളികളുടെ ജോലി സമയമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഇപ്പോൾ വേനൽ ചൂടിലെ നേരിയ ശമനം വന്നതിന് പിന്നാലെയാണ് വീണ്ടും ജോലി സമയം പഴയ രീതിയിൽ പുനഃക്രമീകരിക്കുന്നത്. രാജ്യത്തെ 99% കമ്പനികളും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. കമ്പനികൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 1,40,000 പരിശോധനകളാണ് നടത്തിയത്. 51 ലംഘനങ്ങൾ മാത്രമാണ് കണ്ടെത്തിയതെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായി 20ാം വർഷമാണ് UAEയിൽ തൊഴിലാളികൾക്ക് മധ്യാഹ്ന വിശ്രമം അനുവദിച്ചത്. കടുത്ത വേനൽക്കാലത്ത് തൊഴിലാളികളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായാണ് ഉച്ചസമയത്ത് ജോലിക്ക് ഇടവേള നൽകിയിരുന്നത്. വേനൽ ശക്തമായതിനു പിന്നാലെ ജൂൺ 15 മുതലാണ് UAEയിൽ ഉച്ചവിശ്രമ സമയം തുടങ്ങിയത്. 12:30 മുതൽ 3 മണിവരെയായിരുന്നു ഇടവേള. സ്വകാര്യ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന വൻ ലഹരിമരുന്ന് ഉൽപ്പാദന കേന്ദ്രം കണ്ടെത്തി ഹൈദരാബാദ് പോലീസ്. സ്കൂൾ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലും 1ാം നിലയിലും ക്ലാസ് റൂമുകൾ പ്രവർത്തിച്ചപ്പോൾ 2ാം നില മുഴുവനായും ലഹരിമരുന്ന് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ മലേല ജയപ്രകാശ് ഗൌഡ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സ്കൂളിനെ ലഹരിമരുന്ന് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അൽപ്രാസോളാം എന്ന ലഹരിമരുന്നാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. കള്ളിൽ മായം കലർക്കാൻ ഉപയോഗിക്കുന്ന നിരോധിത വസ്തുവാണിത്. സ്കൂളിന്റെ 2ാം നിലയിലാണ് കെമിസ്ട്രി ലാബ്. ഇവിടം പരിശോധിച്ച തെലങ്കാന പോലീസിന്റെ ലഹരിവിരുദ്ധ സേനയായ ഈഗിൾ കണ്ടെത്തിയത് അൽപ്രാസോളാം നിർമ്മാണത്തിനായുള്ള 8 റിയാക്ടറുകളും ഡ്രയറുകളുമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ലഹരിമരുന്ന് വിവിധ മദ്യ ഡിപ്പോകൾക്കാണ് വിറ്റിരുന്നതെന്നും കണ്ടെത്തി. 7 കിലോഗ്രാം അൽപ്രാസോളാം, വൻതോതിൽ അസംസ്കൃത രാസവസ്തുക്കൾ, 21 ലക്ഷം രൂപ, നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. 6 മാസമായി ഈ നിർമ്മാണ കേന്ദ്രം സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്കൂൾ അവധി ദിവസമായ ഞായറാഴ്ചകളിലാണ് ഇവിടെ നിന്ന് ലഹരിമരുന്ന് പുറത്തുകടത്തിയിരുന്നതെന്നും കണ്ടെത്തി. കിളിമനൂരിൽ വാഹനമിടിച്ച് കാൽനടയാത്രക്കാരനായ രാജൻ 59 മരിച്ച സംഭവത്തിൽ പാറശാവ SHO ഇബിൻ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. റൂറൽ SP ദക്ഷിണമേഖല IJക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ശുപാർശ. അപകടമുണ്ടാക്കി നിർത്താതെ പോയ വാഹനം ഇബിൻ അനിൽകുമാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിലായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ചേണിക്കുഴി മേലെവിളക്കുന്നിൽ രാജനെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോവുകയായിരുന്നു. കൂലിപ്പണിക്കാരനായ രാജൻ റോഡിൽ ചോര വാർന്ന 1 മണിക്കൂറോളം കിടന്നു. രാവിലെ 6 മണിയോടെ നാട്ടുകാരാണ് ചോരയിൽ കുളിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാതെ പോയതും പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നതും ഗുരുതര കുറ്റമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വാഹനം ഇബിൻ അനിൽകുമാറിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. അമിത വേഗത്തിൽ അലക്ഷ്യമായി വാഹനമോടിച്ചുവെന്നാണ് FIR. അമീബ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പഠനം നടത്തി സർക്കാരിനെ അറിയിച്ചത് 2013 തന്നെയാണെന്ന് മന്ത്രി വീണ ജോർജ്. അന്നത്തെ UDF സർക്കാർ റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുത്തില്ല. 2018 ഡോക്ടർമാർ പഠനം സർക്കാരിന് നൽകിയതെന്ന ചിലരുടെ വാദം തെറ്റാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ 2013 അക്കാഡമിക് കോൺഫറൻസിൽ അവതരിപ്പിച്ച ഈ പഠനത്തിന്റെ വീഡിയോ പ്രസന്റേഷനും മന്ത്രി പങ്കുവച്ചു.
UDF സർക്കാരിന്റെ കാലത്ത് ഡോക്ടർമാർ അമീബ രോഗങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊരു ഫയൽ പോലും ആയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി ആരോപിച്ചത്. ഡോക്ടർമാരുടെ മുന്നിലെത്തിയ കോർണിയ അൾസർ കേസുകളുടെ പരിശോധനയിൽ അത് അമീബ മൂലമാണെന്ന് കണ്ടെത്തി. 64% പേർക്കും രോഗമുണ്ടായത് കിണർ വെള്ളത്തിലെ അമീബയിൽ നിന്ന് സംശയിക്കുന്നതായി ഈ ഡോക്ടർമാർ കണ്ടെത്തി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പഠന റിപ്പോർട്ടോ അമീബ മൂലമുള്ള കേസുകളോ അന്ന് ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അമീബുമായി ബന്ധപ്പെട്ട് 2013 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു. മുന്നിലെത്തിയ കേസുകളിൽ നിന്ന് അവർ എത്തിച്ചേർന്ന നിഗമനങ്ങൾ, പഠനങ്ങൾ എന്നെ അത് അത്ഭുതപ്പെടുത്തി. കിണറുകളിലെ അമീബയും അവയുണ്ടാക്കുന്ന രോഗവും സംബന്ധിച്ച അവരുടെ നിഗമനങ്ങൾ എന്നിൽ പ്രത്യേകിച്ച് വിസ്മയമുണ്ടാക്കി. അന്ന് 2013 സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല. അന്നതൊരു ഫയൽ പോലും ആയില്ല എന്ന് മനസ്സിലാക്കുന്നു. പല കാരണങ്ങളാൽ ഈ പഠനം പിന്നീട് തുടരാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ പഠനം ഒരു ജേണലിലേക്ക് അവർ അയച്ചുകൊടുത്തു. ആ ജേണൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ ജേണലോ അതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോ സർക്കാരുമായി ഉരന്തിനിരേണ്ട യാതൊരു ബന്ധവും ഉള്ളതല്ല എന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ നിന്നും 17-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. നീന്തൽക്കുളത്തിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഓഗസ്റ്റ് 16-നാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ കുട്ടികൾ ഇറങ്ങിയത്. സംഘത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും സ്കൂൾ ട്യൂഷൻ സെന്ററിലെ സഹപാഠികളാണ്. പിറ്റേന്ന് തന്നെ കുട്ടിക്ക് കടുത്ത തലവേദനയുണ്ടായി. ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രോഗം കലശലായതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ഹമാസ് നേതാക്കളെ ഖത്തറിൽ വച്ച് ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ച സംഭവത്തെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് എതിർത്തുവെന്ന് റിപ്പോർട്ട്. എതിർപ്പിന്റെ കാരണങ്ങളും മൊസാദ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നുവെന്ന് ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മൊസാദിന്റെ എതിർപ്പ് പരിഗണിക്കാതെ വ്യോമാക്രമണം നടത്തിയെങ്കിലും ഇസ്രായേൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കളെ വധിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയെ മൊസാദ് തലവൻ ഡേവിഡ് ബർണിയെയാണ് എതിർത്തത്. ഖത്തറുമായി മൊസാദ് വളർത്തിയെടുത്ത ബന്ധത്തെ ആക്രമണം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെ ആക്രമണം, ബന്ധിമോചനം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാന മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള ആക്രമണം എപ്പോൾ, എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു മൊസാദിന് തടസ്സവാദം. ഹമാസ് നേതാക്കളെ 1, 2, 3 വർഷത്തിനുള്ളിൽ കയ്യിൽ കിട്ടും, അതെങ്ങനെ ചെയ്യണമെന്ന് മൊസാദിനറിയാം, പിന്നെന്തിനാണിപ്പോൾ അത് ചെയ്യുന്നത് എന്നായിരുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ഇസ്രായേൽ പ്രതിരോധ സേനാ തലവൻ ലെഫ്റ്റ് ജനറൽ ഇയാൽ സാമിറും ആക്രമണം നടത്താൻ തീരുമാനിച്ച സമയത്തെ എതിർത്തു. എന്നാൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്ട്രാറ്റജിക് അഫെയർ മന്ത്രി റൂൺ ഡെർമറും നെതന്യാഹുവിനെ പിന്തുണച്ചു. ആക്രമണം തീരുമാനിക്കാനുള്ള ആസൂത്രണ യോഗത്തിൽ ബന്ധിമോചനത്തിന്റെ ചുമതലയുള്ള IDF സീനിയർ ഓഫീസറെ ക്ഷണിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. കരയാക്രമണത്തിനു പകരം ഇസ്രായേൽ 15 പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഹമാസ് നേതാക്കളെ ഖത്തറിൽ ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആക്രമണത്തിന് 10 മിസൈലുകളാണ് ഉപയോഗിച്ചത്. എന്നാൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതൃത്വ നിരയിലെ പ്രധാനികളാരുമുണ്ടായിരുന്നില്ല. ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ ബന്ധുക്കളും സഹായികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭീകരവാദമാണെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ തുരങ്കവയ്ക്കലാണെന്നുമായിരുന്നു ഖത്തർ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. കഠ്മണ്ഡു. നേപ്പാളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുമെന്ന് ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കി. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം നേപ്പാളി രൂപ ആശ്വാസധനമായി നൽകാനും പരുക്കേറ്റവരുടെ ആശുപത്രി ചെലവുകൾ സർക്കാർ വഹിക്കാനും തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറി ഏകാരായൺ ആര്യാലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് ഫീസ് ഈടാക്കരുതെന്ന നിർദ്ദേശം എല്ലാ ആശുപത്രികൾക്കും നൽകിയെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കഠ്മണ്ഡുവിലെ വിവിധ ആശുപത്രികൾ സന്ദർശിച്ച ഇടക്കാല പ്രധാനമന്ത്രി പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടിരുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ഇടക്കാല സർക്കാർ അധികാരത്തിലുണ്ടാവില്ലെന്നും അതിനകം തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും സുശീല കർക്കി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള പാലമായാണ് തന്റെ സർക്കാർ പ്രവർത്തിക്കുക എന്നും അവർ ഉറപ്പു നൽകി. നേപ്പാളിൽ സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതിനു പിന്നാലെ ജെൻ സി എന്നു വിളിക്കപ്പെടുന്ന യുവതലമുറയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് പിന്നീട് സർക്കാരിനെ വീഴ്ത്തിയ പ്രക്ഷോഭമായി മാറിയത്. പിന്നാലെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്നാണ് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി പ്രധാനമന്ത്രിയായി ഇടക്കാല സർക്കാർ ചുമതലയേറ്റത്.
പ്രക്ഷോഭത്തിൽ 51 പേർ കൊല്ലപ്പെട്ടതായും 400-ലേറെ പേർക്ക് പരിക്കേറ്റതായുമാണ് കണക്ക്. ഇംഫാൽ, മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ വീണ്ടും സംഘർഷം. സോമി ഗോട്ടർ വിഭാഗത്തിലെ യുവാക്കളും പോലീസുമാണ് ഏറ്റുമുട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ച് സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് 24 മണിക്കൂർ തികയും മുൻപാണ് സംഭവം. മോദിയുടെ സന്ദർശനത്തിനു മുൻപ് ചുരാചന്ദ്പൂരിൽ പലയിടത്തും അലങ്കാരങ്ങളും ബാനറുകളും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു സംഘം പോലീസിനു നേരെ തിരിഞ്ഞത്. സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പോലീസിനും കേന്ദ്രസേനയ്ക്കും നേരെ അക്രമികൾ കല്ലെറിഞ്ഞു. കല്ലേറിന്റെയും സൈന്യത്തിന്റെ കവചിത വാഹനങ്ങൾ കയറി നിന്ന് പ്രതിഷേധിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുരാചന്ദ്പൂരിൽ എത്തിയത്. കുക്കി മെയ്തേ വിഭാഗക്കാർ തമ്മിലുണ്ടായ വംശീയ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ചുരാചന്ദ്പൂർ. 7300 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച മോദി, സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പ്രതീകമായി മണിപ്പൂർ മാറട്ടെയെന്നും ആഹ്വാനം ചെയ്തിരുന്നു. അസമിലെ ഗുവാഹത്തിയിൽ ഭൂചലനം. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി വിവരമില്ല. ഇന്ന് വൈകിട്ട് 5:41-ന് 5.9 തീവ്രത രേഖപ്പെടുത്തിയ ചലനമുണ്ടായി. ഉദൽഗുഡി ജില്ലയിലാണ് പ്രഭവകേന്ദ്രം. ഭൂമിയിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. ആളുകൾ വീടുകളിൽ നിന്നും മറ്റും പുറത്തേക്കിറങ്ങിയോടിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ബംഗാളിലും ഭൂട്ടാനിലും ഭൂചലനം അനുഭവപ്പെട്ടതായാണ് വിവരം. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ ശിവഭക്തനാണെന്നും കോൺഗ്രസിന്റെ അധിക്ഷേപ വിഷത്തെ വിഴുങ്ങാനുള്ള കഴിവുണ്ടെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയെയും അമ്മയെയും കോൺഗ്രസ് അധിക്ഷേപിക്കുകയാണെന്ന് BJP പ്രചാരണത്തിനിടെയാണ് മോദിയുടെ വാക്കുകൾ. അസമിലെ ധരങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മോദി. കോൺഗ്രസ് പാർട്ടി ഒന്നാകെ എന്നെ ലക്ഷ്യമിടുന്നതായി ഓർക്കുന്നു. മോദി വീണ്ടും കരയുകയാണെന്നാണ് പറയുന്നത്. ജനങ്ങളാണ് എന്റെ ദൈവം. ഞാൻ എന്റെ വേദനകൾ അവരോടല്ലാതെ വേറെ ആരോടാണ് പറയേണ്ടത്? ജനങ്ങളാണ് എന്റെ യജമാനന്മാർ. എന്റെ ദൈവം എന്നെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ. മറ്റൊരു റിമോട്ട് കൺട്രോളും എനിക്കില്ല. അസമിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞനായ ഭൂപൻ ഹസാരികയ്ക്ക് കേന്ദ്രം ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചപ്പോൾ പാട്ടുകാരും നർത്തകരുമാണ് ഭാരതരത്ന നൽകുന്നതെന്ന് പറഞ്ഞ് അപമാനിച്ചയാളാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെന്നും മോദി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് BJPയും കോൺഗ്രസും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത്. ബീഹാറിൽ RJD കോൺഗ്രസ് പരിപാടിയിൽ മോദിയെയും അമ്മയെയും അപമാനിച്ചതായി BJP വ്യാപക പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ സ്വന്തം അമ്മയെപ്പോലും തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുകയാണ് മോദിയെന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. ഇതിനു പിന്നാലെ മോദിയെയും അമ്മയെയും AI നിർമ്മിത വീഡിയോ കോൺഗ്രസ് പുറത്തിറക്കിയതും വിവാദമായിരിക്കുകയാണ്. റഷ്യൻ ബന്ധം തുടരുന്ന പക്ഷം ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് 50 മുതൽ 100% വരെ നികുതി ഏർപ്പെടുത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ചൈന, യുദ്ധങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സമാധാന ചർച്ചകൾ ആവശ്യമാണെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. ചൈന യുദ്ധങ്ങളിൽ പങ്കെടുക്കാനോ ആസൂത്രണം ചെയ്യാനോ താൽപര്യപ്പെടുന്നില്ല. ചൈന സമാധാന ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച വഴി പരിഹരിക്കപ്പെടണം. ചൈനയും യൂറോപ്പും എതിരാളികളല്ല, സുഹൃത്തുക്കളായിരിക്കണം. പരസ്പരം എതിർത്തു നിൽക്കുന്നതിനു പകരം സഹകരിക്കണമെന്നും വാങ് യി പറഞ്ഞു.